സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിക്കും. ശമ്പളവും പെൻഷൻ നൽകാനുള്ള തുക കണ്ടെത്തുന്നതിന് പ്രാമുഖ്യം. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ നിർമ്മലാ സീതാരാമന് വീണ്ടും കത്തയക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കാനിരിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 896 പോയിന്റുമായി കോഴിക്കോട് മുന്നിൽ, തൊട്ടു പിന്നിൽ കണ്ണൂർ. ഒന്നാമതെത്തുന്ന ജില്ലയ്ക്ക് 24 ചാമ്പ്യൻസ് ട്രോഫി. സമാപന സമ്മേളനം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടി മുഖ്യാതിഥി. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരത്തിലേക്ക്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിച്ച് ആവാമി ലീഗ് പാർട്ടി. ആകെയുള്ള 300-ൽ 200-ലേറെ സീറ്റുകളിൽ മുന്നേറ്റം. വോട്ടെടുപ്പ് ദിനമായ ഇന്നലെ രാജ്യത്ത് വ്യാപക അക്രമം. ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ചിട്ടും തലവേദന ഒഴിയാതെ KSEB. വൈദ്യുതി ലഭ്യമാക്കാതെ കമ്പനികൾ. KSEBക്ക് മറുപടി പോലും നൽകിയില്ല. കരാർ റദ്ദാക്കിയതിലൂടെ ഇതുവരെയുള്ള നഷ്ടം 210 കോടി. റേഷൻ അഴിമതിയിൽ പശ്ചിമബംഗാൾ സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഗവർണർ CV ആനന്ദ് ബോസ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ. ജോലിയിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിലെ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിധിയിൽ പിഴവുണ്ടെന്ന് പരാതിക്കാരനായ RS ശശികുമാർ. ഹർജി നിലനിൽക്കില്ലെന്ന ലോകായുക്ത നിരീക്ഷണം തെറ്റെന്നും വാദം. ഹർജിയിലെ ഹൈക്കോടതി വിധി നിർണായകം. ഇടുക്കിയിൽ നാളെ LDF ഹർത്താൽ നടക്കാനിരിക്കെ വാക്പോര് തുടരുന്നു. രാജ്ഭവൻ മാർച്ചിന്റെ അതേ ദിവസം ഗവർണർ തൊടുപുഴയിൽ വരുന്നത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് CPIM. ഗവർണർ LDF ഒത്തുകളിയെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഗവർണറെ തടയാൻ അനുവദിക്കില്ലെന്ന് BJP. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. കരുവന്നൂർ തട്ടിപ്പിൽ പ്രതിഷേധ ജാല സംഘടിപ്പിച്ചതിന്റെ പ്രതികാര നടപടിയാണ് കേസെന്ന് സുരേഷ് ഗോപിയുടെ വാദം. ഇന്ത്യ സഖ്യത്തിൽ 2ാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നു. ഇന്ന് ചർച്ച ആം ആദ്മി പാർട്ടിയുമായി. ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലെ സീറ്റ് വിഭജനത്തിൽ ധാരണയുണ്ടായേക്കും. RJDയുമായി ഇന്നലെ നടന്ന ചർച്ചയിൽ തീരുമാനമായില്ല. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള സിറോ മലബാർ സഭ സിനഡിന് ഇന്ന് തുടക്കം. സിനഡ് സമ്മേളനം ചേരുന്നത് കാക്കനാട് സെയിന്റ് തോമസ് മൗണ്ടിൽ. വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നാളെ മുതൽ. കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ സിനഡ് കുർബാന തടയാൻ ശ്രമം. പ്രതിഷേധവുമായി ഒരു വിഭാഗം വിശ്വാസികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.